നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി അലിയൻസ് കുടുംബത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമുക്ക് ഓർമ്മയോടെ തോന്നുന്നു 1103 എപ്പിസോഡ് വന്ന സമയത്ത് ഞങ്ങളൊരു മത്സരം വെച്ചിരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ആ എപ്പിസോഡ് കാണുക, ആ എപ്പിസോഡ് ഷെയർ ചെയ്യുക, അതിന്റെ സ്ക്രീൻഷോട്ട് അടുത്ത് അയച്ചു തരിക, കമന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ചേർന്നൊരു പരസ്യം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 3000-ഓളം പേരുടെ ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 60 പേരുടെ പേരുകളാണ് ഇപ്പൊ ഈ ബൗളിനകത്ത് കിടക്കുന്നത്. അതില് നമ്മൾ ഈ 60 പേരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മൾ അറിയിച്ചിരുന്ന എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് പാലിച്ചത് ആ 3000-ൽ നിന്നും അതിൽ തിരഞ്ഞെടുത്ത 60 പേരാണ്. കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം സ്ക്രീൻഷോട്ടും എല്ലാം ഷെയർ ചെയ്ത ആ 60 പേരാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഇനി ഒരു വിജയെ തിരഞ്ഞെടുക്കുക. ഒരാളെ തിരഞ്ഞെടുക്കും, ആ ആളിനാണ് സമ്മാനമുള്ളത്. അതിലെ സമ്മാനം എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ റീറ്റെയിൽ ചെയിൻ ഔട്ട്ലെറ്റായ ഈസി സ്റ്റോർ നൽകുന്ന ഒപ്പോ റെനോ 10 5G ഫോണാണ്. അപ്പൊ ആരാണ് ഭാഗ്യവാനെന്ന് നമ്മളിപ്പോ അറിയാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് ഒന്നുകൂടി പറയാം. ഇപ്പൊ ഒരു പ്രാവശ്യം ഒരാൾക്ക് സമ്മാനം കിട്ടിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള മത്സരങ്ങളുമായിട്ട് വരും. സമ്മാനങ്ങൾ പിന്നാലെ ഇനി പല പല സമ്മാനങ്ങളുണ്ട്. ഇനിയുണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, അങ്ങനെ പലതും വരും. പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി കറക്റ്റായിട്ട് തന്നെ അത് അയക്കുക. അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഇപ്പൊ ചെയ്തിട്ടുള്ള 60 പേരെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അയച്ചിട്ട് വിഷമിക്കേണ്ട, ഇനി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പൊ എന്തായാലും ഒന്നുകൂടി ഓർത്തോളൂ, നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവുമാണ് ഞങ്ങളുടെ എല്ലാ വിജയത്തിനും ആധാരമായിട്ടുള്ളത്. എന്നും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞങ്ങൾ ഒരു ലോട്ട് എടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ഇതിൽ നിന്ന് ആ വിജയെ തിരഞ്ഞെടുപ്പാണ്. നമ്മൾ ഒന്ന് ഇളക്കിക്കോ, ഇളക്കട, കൈയിട്ട് ഇളക്കി അതിനുള്ളിലിട്ടിട്ട് ശരി അമ്മ. അപ്പൊ ആരാണ് ആ ഭാഗ്യവാനെന്ന് നമ്മളിപ്പോ കാണാൻ പോകുന്നത്? അമ്മേ, പ്രാർത്ഥിച്ചിട്ട് സാധുവായ ഒരു വിജയെ ഞാൻ കണ്ടെത്താൻ പോവാണ്. ഐശ്വര്യമായി സാധുവായ ക്ലീറ്റോ പോലെ എൻ്റെ ആവോ? ബീന ടി, വോക്സ് വാഗൺ, കണ്ണൂർ പോസ്റ്റ്, ചാല ഈസ്റ്റ്, നിയർ മാതൃഭൂമി, ചാല ബൈപ്പാസ്. എന്തായാലും അതിലൊരു ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ നമുക്ക് ഇപ്പൊ കൈയോടെ തന്നെ വിളിക്കാം. ആ നമ്പറിൽ നമ്മളിപ്പോ കൈയോടെ വിളിച്ച് സന്തോഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഉള്ളവർ മാത്രമല്ലേ? അതിനായിട്ട് നമ്മുടെ കൗമുദിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ലീഡർ ജിജോ ഉണ്ട് ഇവിടെ. അപ്പൊ ജിജോയുടെ സാന്നിധ്യത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ലൈവായി വിളിക്കാൻ പോകണം അദ്ദേഹത്തെ. സ്പീക്കർ ഇട്ട് ഓഫ്. ബീന ടി. ഹലോ. ഹലോ, നമസ്കാരം. ഇത് ബീന മാഡം ആണോ? ഹലോ. അതെ, ബീന മാഡം തന്നെ. ബീന മാഡം, ഇത് ഞങ്ങളിപ്പോ വിളിക്കുന്നത് കൗമുദി TVയിലെ അലിയൻസ് ആ പ്രോഗ്രാമിന്റെ അവിടുന്ന് അതിനകത്ത് ക്ലീറ്റോയാണ് വിളിക്കുന്നത്. മനസ്സിലായ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായി. അലിയൻസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്റെ മോനായിരുന്നു ഇതിന്റെ. മോന ഭയങ്കര ഇഷ്ടം ഇത് കാണാൻ. അതെ അല്ലേ? അപ്പൊ ഞങ്ങളിത് ഇപ്പൊ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവിടെ തങ്കം, ലില്ലി. ഹലോ ബീന ചേച്ചി. ഹലോ, മുത്താണ് ചേച്ചി. സുഖല്ലേ? ലില്ലിയാണേ. ചേച്ചി റൊണാൾഡാണ്. ഞാൻ ഗിരിരാജമ്മാമനുണ്ട് ഇവിടെ. അമ്മ മോളെ സുഖാണല്ലോ? അമ്മായി. ഹലോ, സുഖാണോ? അമ്മായിയാണ്. ബിന, ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഞങ്ങളൊരു മത്സരം നടത്തിയിരുന്നു. അതിനകത്ത് അയച്ചിട്ടുണ്ടായിരുന്നോ? അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമ്മാനം ബീനയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. ഓപ്പോ റെനോ ഫോൺ ബീനയ്ക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അയ്യോ, ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതുപോലെ 1103 എപ്പിസോഡ് കണ്ടു, അത് നിങ്ങൾ ഷെയർ ചെയ്തു, അതിൽ മെസ്സേജ് ഇട്ടു, കമന്റ് ചെയ്തു, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നതിന്റെ ഫലമായിട്ടാണ്. അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു, 10,000 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 60 കൂപ്പണുകൾ നമ്മൾ തിരഞ്ഞെടുത്തു, പേരെഴുതിയിട്ടിരുന്നു. അതിൽ നിന്ന് ഒന്നാമതെത്തിയിരിക്കുന്നത് ബീനയാണ്. അപ്പൊ ഇനി സമ്മാനം എവിടെ വെച്ച് എപ്പോ നൽകും എന്നുള്ളത് ചാനലിൽ നിന്ന് നേരിട്ട് വിളിച്ച് ബാക്കി വിവരങ്ങൾ അറിയിക്കും.
കൺഗ്രാലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഭയങ്കര സന്തോഷായി. ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ എന്തായാലും ഇപ്പൊ ബീനയാണ് ഇന്നത്തെ വിജയായി. കണ്ണൂരുള്ള ബീന. അപ്പൊ ഒന്ന് ഓർത്തോളൂ, ബീനയുടെ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ ചേരുന്നു, ബീനയുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ചേരുന്നു സന്തോഷത്തിൽ. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ്. ഇതുകൊണ്ട് എന്നും തീരുന്നില്ല, ഇനിയും തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പൊ ഇതൊരു തുടക്കം മാത്രം, തയ്യാറായിരിക്കുക. ഓക്കെ, കാണാം. താങ്ക് യു. വീണ്ടും കാണുക. ചേട്ടാ അതിങ്ങ് തന്നേക്കാം, അതിനെ ഇവിടെ കഴിയും. ഇന്നൊരു സംഭവം ഉണ്ടായി. ക്ലീറ്റോ ചേട്ടൻ ആളെ കൊണ്ടുവന്ന് പറമ്പിലെ തേങ്ങാമൊത്ത് ഇടിപ്പിച്ചു. നമ്മുടെ പറമ്പില്, വേറെ എവിടുത്തെ. അമ്മ ഒന്നും അറിഞ്ഞൊന്നുമില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ക്ലീറ്റോ ചേട്ടന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇടിപ്പിച്ചതാണ്. ഇപ്പൊ തേങ്ങയ്ക്ക് നല്ല വിലയാണല്ലോ. ഇതൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് തേങ്ങ അധികം എടുത്തല്ലോ, അതിനുള്ള പണിയാ. ഇപ്പൊ തേങ്ങയ്ക്ക് കിലോയ്ക്ക് 80-85 രൂപ 90 രൂപ ഉണ്ട് പലയിടത്തങ്ങളില്. എണ്ണയ്ക്ക് 10-450 രൂപ ഉണ്ട് കിലോ. 500-500 രൂപ അടുപ്പിച്ച് പല. അതിന് വിട്ടേക്ക്, ഇനി അതിന്റെ വല്ലൊന്നും പറയാൻ നിൽക്കണ്ട. അല്ല, എന്നാലും അമ്മയുടെങ്കിലും ഒന്ന് പറയാറുന്നല്ലോ. ഇല്ല, ആരും അറിയാതെ ഒപ്പിച്ചിട്ട് പോണെങ്കിൽ നമുക്കിട്ടൊന്ന് പണിഞ്ഞാ. ഞാനും അറിഞ്ഞില്ല. ഇട്ടോണ്ട് ഇങ്ങനെ പോകുമ്പോഴാ ഞാനും അറിയുള്ളൂ. അതല്ല, സാരയില്ല, ഒരു മാസത്തെ അവർ ഇട്ടോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമില്ല, നമുക്ക് പ്രതികാരമൊന്നും ചെയ്യണ്ട. പക്ഷെ ചെറിയൊരു പണി കൊടുക്കണമല്ലോ. എന്ത് പണി? പണി അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടുവേ. അത് കുഴപ്പമില്ല, അത് തടയാനുള്ള ശേഷി നമുക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്കൊരു നല്ലൊരു പണി കൊടുക്കാം. എന്തുവാ? നീ എന്റെ കൂടെ നിന്നാ മതി. എനിക്ക് പണിയാവോ? പിന്നെ നമ്മളാണ് ഒരുമിച്ച് ചെയ്യുന്നത്. അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. അപ്പൊ നീ എന്റെ കൂടെ നിന്നാണ്, ഞാൻ പറയാൻ പോലെ ചെയ്താൽ ചെറിയൊരു പണി. നീ ഒരു ചായ എടുത്തുണ്ടോ? ഇടമെടുക്ക. വരുന്നില്ല. ഇല്ലേ, വരേണ്ട സമയമല്ല. വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്തറിയാം മോടി, ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ അല്ലേ നല്ലത്? അല്ല, എന്റെ ഐഡിയ പറയട്ടെ. ആ സൈഡിലോ അങ്ങനെ ഇട്ടാല, ഫുൾ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ട്. അവിടെയാണെങ്കിലോ? ഒരു മിനിറ്റ് പ്ലാൻ ചെയ്യണേ. അവിടുന്ന് അറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ അല്ല, എനിക്ക് ഫ്ലോർ ഒക്കെ ചെയ്ത് ഇവിടെ ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട് പറഞ്ഞു പോകും. അതുപോലെ വരുന്നവർക്ക് വണ്ടി ഇട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ വണ്ടി താഴെയൊക്കെ പാർക്ക് ചെയ്യാം. അതെ, എന്തോ പരിപാടി? അല്ലടാ, ഇവക്കെ ഡാൻസ് ക്ലാസ് തുടങ്ങാനായിട്ട് ഒരു ബിൽഡിംഗ് ഇങ്ങനെ സൈഡിലൊരു ഹാള് പോലെ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്ത്. അവിടെ ഒന്നുമില്ലേ? അത് വാടകയ്ക്കല്ലേ, വാടക കൊടുക്കണ്ടേ? അവിടെ എല്ലാ മാസം വാടക കൊടുക്കണ്ടേ? സ്വന്തം സ്ഥലം കിടക്കല്ലേ. ഇത് മാത്രമല്ല, ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓർണമെന്റ്സ് എല്ലാം കൂടെ ഓർണമെന്റ്സ് എല്ലാം സെറ്റ് ആയിട്ട് കൊടുക്കാം, റെന്റിനും കൊടുക്കാം, ഡാൻസ് കളിക്കുന്നവർക്കും കൊടുക്കാമല്ലോ. ഇവിടെ പണിയാൻ പോവാന്നോ? ഇവിടെയാണോ അവിടെ വേണമെന്ന് ഇങ്ങനെ ഇവിടെ വെച്ചാലുള്ള പ്രശ്നം, ആ വീട് മറിഞ്ഞു പോകും. അപ്പൊ പിന്നെ നീ പറഞ്ഞ അങ്ങോട്ട് ഇതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് തന്നെയല്ലേ അതല്ലേ നല്ലത്. അപ്പൊ ഇത് ഇങ്ങനെ പിന്നെ പിള്ളേര് കൂടുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനത്തെ ഷേപ്പിലാക്കാം. ചെയ്യാൻ തീരുമാനിച്ചോ? നല്ല കാര്യം. നല്ലല്ലേ? പിന്നെ അവിടെ വാടക അത് ലാഭിക്കാനോ? എന്റെ സഹായം വല്ല വേണം. പിള്ളേർ അഡ്മിഷൻ കമ്മീഷൻ തരാൻ പിള്ളേരെ കൊണ്ടുതരാം. ഇപ്പൊ തന്നെ അവിടെ പിള്ളേര് കൂടുതലാ നിൽക്കാൻ പോകുന്ന. അല്ലെ, ഹാജരിടാൻ വരുന്ന പിള്ളേർ ഹാജരിടാനായിട്ട് ഇവിടെ ഇരിക്കാം. ഓഫീസ് പോയി. അയ്യോ അങ്ങനെയുള്ള സഹായം ഒന്നും വേണ്ട. നല്ല പരിപാടി. എന്തെങ്കിലുമൊക്കെ തരത്തില്ലേ. പിന്നെ എനിക്ക് തോന്നുന്നത് പുറത്ത് വേണം, അതൊരെണ്ണം വേണം. ഇല്ലെങ്കിൽ വീടിനകത്ത് കയറി പോകും ആൾക്കാര്. ബാത്റൂം നമ്മളിപ്പോ എന്തായാലും പുറത്ത് തന്നെ കെട്ടിയാലും പഠിച്ചു. ഇല്ലെങ്കിൽ കുഴപ്പം അറിയാമോ? അല്ല, പിന്നെ ആരെങ്കിലും വിളിച്ചിട്ടേ ഒന്ന് അളവെടുക്കാനായിട്ട്. ഇതിപ്പോ അവിടെ കൊണ്ട് കൊളുത്തും, ആ കൊളുത്തിന്റെ ചൂടിൽ മറ്റെടുത്ത് ചാടും. എനിക്ക് വേണ്ട. വേണ്ടേ? ഡാൻസ് സ്കൂളിന് പറ്റിയൊരു പേര് പറ. വർഷാപ്പ് മതിയാക്കി ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പോണം. ഡാൻസ് സ്കൂളിന് പറ്റിയ പേരൊന്നും വർഷാപ്പ് മതിയാക്കിയല്ല, ചിലപ്പോൾ ഒരു ഡാൻസ് സ്കൂളിൽ ഓഫീസ് ബോയ് ആയിട്ട് കയറാൻ സാധ്യതയുണ്ട്.
ആര് നീയാ? ഓഫീസ് ബോയിയോ? വരുന്നവരുടെ ഹാജര്, അവരുടെ ബുക്ക്, വാടക, പിന്നെ ഫീസ് വരുന്നതിനൊക്കെ എടുക്കാൻ. അയ്യോ, ഇനിയിപ്പോ പുറത്ത് ഡാൻസ് സ്കൂൾ നോക്കണേന്തിനാ? നിനക്കൊന്ന് ലില്ലിപ്പെണ്ണിന്റെ സ്കൂളിൽ പോക്കൂടെ? ലില്ലിപ്പന്റെ സ്കൂളിൽ തന്നെ പോകുന്നത്. ഇനി അതിനെ പൊളിക്കാനാണ് അവിടെ അവള് മര്യാദയ്ക്ക് ഡാൻസ് ക്ലാസ് അത് നടത്തുന്നത്. തന്നെയല്ലേ അവിടെ പേരുണ്ടല്ലോ, ഇനിയിപ്പോ വേറെ പേരെന്തിനാ? പൊളിക്കുമല്ല, പുതിയത് ഇവിടെ തുടങ്ങുന്നു. എവിടെ? നമ്മുടെ മുറ്റത്തും സൈഡിലുമായിട്ട് ഒരു ഡാൻസിന്റെ ഒരു വലിയ ഹാള് പണിയാൻ പോവാ. എവിടെ എവിടെ? ഈ മുറ്റത്തും അവളോട് അവിടെ നിന്നിട്ട് അതിന്റെ എസ്റ്റിമേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ മുറ്റത്താ? നിങ്ങളോട് പറഞ്ഞില്ലേ? നിന്നടുത്ത് പറഞ്ഞ? എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ലേ? അത് പറയാതെ പിന്നെ എങ്ങനെ ശരിയാവും? ഇത് എന്ത് നല്ലത് നമ്മൾ അറിയണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്? നമ്മൾ എന്തിനാ അറിയണേ? നമ്മൾ എന്തിനറിയണേ? ഇത് നമുക്കും കൂടെ അവകാശപ്പെട്ട തന്നെ. അമ്മ ഇല്ലാത്ത സമയം നോക്കി ഇങ്ങനെ ഒരു തോന്നിയാസം കാണിക്കാൻ അവന് എന്തോ അഹങ്കാരമാണ്. അഹങ്കാരം? ഇനി ഇത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമല്ല, നിങ്ങളുടെ പെങ്ങൾക്ക് ഡാൻസ് സ്കൂൾ ഇടാൻ വേണ്ടിട്ടല്ലേ? അതങ്ങ് സമ്മതിച്ചു കൊടുക്ക്. അതാണ് അവന്റെ ബുദ്ധി, അവന്റെ പോലീസ് ബുദ്ധി. പെങ്ങളുടെ പേരും പറഞ്ഞ് ഡാൻസ് സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ ഞാനൊന്നും പറയൂല. ഇത് അതിന്റെ പേരിൽ ഇത് തുടങ്ങിയിട്ട് വേറെന്തോ പരിപാടിക്കാണ് അവന്റെ ഉദ്ദേശം. ആ കളിയൊന്നും എന്റെ അടുത്ത് നടക്കൂലേ. അവിടെ അങ്ങനെ ഒരു കെട്ടിടം വന്നാൽ ഇങ്ങോട്ടുള്ള വായു സഞ്ചാരം പോവും, ഇങ്ങോട്ടുള്ള പ്രകാശം പോവും, ഇനി നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം പോവും. എന്നെ പോലൊരു പ്രമുഖന് അത് വലിയ തടസ്സവും. ഇതൊന്നും ഇവിടെ വെച്ച് ഞാൻ സമ്മതിക്കൂല. എന്റെ പിതമോറും. എന്നാ വാ, വന്ന് ചോദിച്ചു നോക്കാം. അതാ തടസ്സം പറയാതെ ഇപ്പൊ പോയി പറയണം. കുറ്റി അടിച്ചിട്ടാണോ തടസ്സം പറയുന്നത്? അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെന്ന് പറഞ്ഞാൽ അവനത് വേണ്ടാന്ന് വെക്കും, അത്രേ ഉള്ളൂ. അവൻ അവിടെ ഡാൻസ് സ്കൂൾ ഉണ്ടാക്കാല്ലേ? ചോദിക്കണ്ട, ആരും ചോദിക്കണ്ട. അവൻ അവിടെ അത് ചെയ്യാൻ ഇതാ ഈ മുറ്റത്ത് ഇവിടെ നമ്മളൊരു കെട്ടിടം പണി പണിഞ്ഞിട്ട് നീ ഡാൻസ് ക്ലാസ് തുടങ്ങും. നീ ഡാൻസ് പഠിക്കണം, പഠിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങണം. പിന്നെ ഇവിടെ തയ്യലും ചവിട്ടിരിക്കണം അമ്മീനെ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ. പിന്നല്ല തയ്യല്. അങ്ങനെയാണെങ്കിൽ തയ്യലിന്റെ ഒരു സാധനം തുടങ്ങാം. രണ്ട് മെഷീൻ 2 പെണ്ണുങ്ങളെ വിളിച്ച് ഞാൻ തന്നെ പിള്ളേരാ ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങും. ആവശ്യമുണ്ട്. അങ്ങനെ ഒരു തോന്നിയ സമം കാണിച്ച നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ. അതേപോലെ അല്ല ഈ സ്റ്റിച്ചിന്റെ ഇതൊക്കെ തുടങ്ങാനായിട്ട് പൈസ എവിടെ ചെയ്യുന്നു? അവന്റെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ പല സൈഡിൽ കൂടെ വരും. ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് പരിപാടിക്ക് പോകല്ലേ, അതിനകത്ത് ലോൺ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെയുള്ള പരിപാടിക്ക് ലോൺ കിട്ടും, എനിക്കറിയാം. ലോൺ കിട്ടും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരു ലോൺ എടുക്കുക. ലോൺ എടുത്തിട്ട് ഇവിടെ ബാക്കി പരിപാടി ഞാൻ ചെയ്യും. വാശിയാണ് ഇതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും അപ്പുറം ഇപ്പുറം കലവും ചട്ടിയും പോലെ ഇരിക്കുന്നെടുത്ത് ഒരു വാക്ക് നമ്മളെടുത്ത് പോയി അവനോട് പറ. അത് പറയണ്ട, അങ്ങനെ പറയണ്ട. അവനാദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, ഇതായിട്ട് ഇത് അങ്ങോട്ടും പറയണ്ട. വേണ്ട, ഒരു കുഞ്ഞും ഇത് നീ പറയരുത്. ഒരു കുഞ്ഞറിയണ്ടെന്ന് എന്നെ നോക്കണ്ട, ഞാൻ ഒന്നും പറയൂലേ. അവൻ എന്റെ മോനാണ്, അവനായിട്ടൊന്നും ഒന്നും പറയില്ല. നിന്നെ ഇല്ല, പറയുന്നില്ല. ഇത് ഒരു വസ്തു എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടൊരു സ്ഥലമാണ്. അത് ഒരുത്തന്റെ തോന്നിയ ദിവസം കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അപ്പുറത്തെ തോന്നിയ ദിവസം ഇവിടെ ഞാൻ കാണിക്കും. അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. ഇത് തീർന്ന എന്തോന്നിട്ട ഇത് ഒന്ന് കുറയ്ക്കാം. ചതഞ്ഞെന്നും പറഞ്ഞ തുണിയിടണത്. എന്ത് കഷ്ടപ്പാട് എന്റെ പൊന്നെ. വേണ്ട, ചേച്ചിനെ സഹായിക്കാൻ എത്ര പേരാ? ഇന്നിവിടെ എല്ലാരും ഉണ്ട്. അവിടത്തെ ഉള്ളവർക്ക് എന്തിയെ നമുക്ക് വല്ല സഹായിക്കോ? നീ എന്താണ് ഇങ്ങനെ നിക്കുന്ന? അവനിനി എന്ത് ചെയ്യണോന്ന് നോക്കി നിക്കാണ്. പിന്നെ എന്താ വിശേഷം? എന്ത് വിശേഷം? നിന്റെ മുഖം കണ്ടിട്ട് എന്താ വിശേഷമുള്ള പോലെ ഉണ്ടല്ലോ. എന്താ പറയാനുണ്ട്? ഒന്നുമില്ല ചേച്ചി, ചുമ്മാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയാതിരിക്കുവോ? ശരി, ഞാൻ എന്തെങ്കിലും വിശേഷമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം നിന്നോടും കനകനോടും അമ്മേനോടൊക്കെ വന്ന് പറയും. പക്ഷെ നമുക്കങ്ങനെ എല്ലാരെയും പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ. അതെന്തോ മനസ്സിൽ വെച്ച് പറയുവാണല്ലോ. നിങ്ങൾ അവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ പോവല്ലേടി? റൊണാൾഡോ ചേച്ചൻ പറഞ്ഞ. എന്നിട്ട് എന്തേ പറയാതിരുന്നേ? ചേച്ചി അതൊരു ഇങ്ങനെ ഒരു ആലോചന, അത്രേ ഉള്ളു. അത് ആവാതെ പിന്നെ എങ്ങനെ ചേച്ചിയോട് വന്ന് പറയണത്? ആലോചനയൊന്നും അല്ല, നിങ്ങൾ സ്ഥലമൊക്കെ നോക്കണ കണ്ട്. അതെന്താന്നോ ചേച്ചി, ഇപ്പൊ അവിടെ വാടകയല്ലേ, അവിടെ ഭയങ്കര പിള്ളേർ കൂട്ടിട്ട് നിക്കാൻ വരുന്ന വെച്ചാൽ പിള്ളേർ കൈയൊക്കെ എടുക്കുമ്പോ ഒരു കൊച്ചിന്റെ കഴുത്തിനിട്ടൊക്കെയാ കൊള്ളണത്.
അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞു. വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പൈസ ചേച്ചി ഓഡിറ്റോറിയത്തിന്. കിട്ടുന്ന പൈസ അങ്ങോട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അത് ഏട്ടനോട് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ് ഒന്നെങ്കിൽ നമുക്ക് ആ സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഇവിടെ തന്നെ ചെയ്തുകൂടെ എന്ന് ചോദിച്ച്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ച്, അത്രേ ഉള്ളു. അത് അച്ഛൻ ഇവിടെ വന്ന് കത്തിച്ചത്. കത്തിച്ചതൊന്നുമല്ല, അവനൊന്നുമില്ലാതെ പറയുന്നില്ലല്ലോ. ഡാൻസ് ക്ലാസിന്റെ പേരൊക്കെ ചോദിച്ചു. അയ്യേ, അതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. നടക്കട്ടെ. പിന്നെ മാമി, ആ ഡാഡി ഉണ്ടല്ലേ അമ്മയ്ക്കൊരു തയ്യൽ കട തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നു. എവിടെ? ആ ആടെ മുറ്റത്തല്ലോ ആയിരിക്കും. ഓ, അതെപ്പോ പ്ലാൻ ചെയ്ത്? അത് എടാ എവിടെ എപ്പോ പ്ലാൻ ചെയ്തടാ ഇത്? അതെപ്പോഴാണ് എന്തോ പ്ലാൻ ചെയ്തത്? കുറച്ചു മുമ്പൊക്കെ പ്ലാൻ ചെയ്ത്. ഓഹോ, ചേച്ചി എന്ത് ആലോചിച്ചാലും ഇവിടെ വന്ന് പറയുമല്ലേ? അതിങ്ങനെ ആലോചനയുള്ളല്ലോ, തുടങ്ങാൻ പ്ലാനൊന്നുമില്ല. ആലോചനയേ ഉള്ളു. ആയിക്കോട്ടെ. എത്ര മുറിയാ? 4 മുറി ഒരു അടുക്കളയും വെച്ചാലോ എന്ന് ആലോചിക്കാം. പിന്നെ വീട് ഇതാക്കിയാ പോരെ? നിങ്ങളൊരു ഷെഡ്യൂൾ അതെ, അങ്ങനെ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്ലാനിങ് പലതും നടക്കുന്നുണ്ട്. ഡാഡിയല്ലേ പറയില്ലെന്ന് ഇനി അതിന് കിടന്നു ഞാനെ കൊണ്ടാക്കും. ഞാനാണ് പറഞ്ഞു, ഇവനല്ലേ പറഞ്ഞത്. മേടിച്ചോണ്ടാ മതി ഡാഡി. ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഒന്നും ചെയ്തില്ല, നീ പറഞ്ഞതേ ഉള്ളൂ. നീ അല്ലേ പറഞ്ഞത് ഡാഡിനോട് ഞാനൊന്നും പറയൂലെന്ന്. ഈ മാമി എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഡാഡി വന്ന് നിന്നെ വഴക്കോ? ഞാൻ പറയും, എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ പോണം. ഏട്ടാ, ഒരു കാര്യം അറിഞ്ഞ? ക്ലീറ്റോ ചേട്ടനല്ലേ മുറ്റത്തൊരു കടമുറി പണിയാൻ പോവാ, ചേച്ചിക്ക് തയ്യൽക്കട തുടങ്ങാനായിട്ട്. ആ ഇപ്പഴേ അവരവിടെ നിന്ന് അലക്കുവായിരുന്നേ. ഞാൻ അങ്ങോട്ട് വെറുതെ ചെന്നതാ. അപ്പൊ തക്കുടുവിന്റെ വായിന്ന് അറിയാതെ വീണുപോയതാ. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത തരത്തിൽ റൂട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ക്ലീറ്റോ ചേട്ടൻ വഴക്കടിക്കാൻ വരുമെന്നാ. അവൻ പഠിച്ച കളനാണ്. അവൻ ഈ തക്കം നോക്കി ആ സ്ഥലം കയ്യേറാനുള്ള ശ്രമത്തിലാണ്. അത് അവിടെ മുറി കെട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇറക്കിയാലേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ആവശ്യമാകുമ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ എവിടുന്ന് വേണമെങ്കിലും ഒപ്പിക്കും. അപ്പോ ഇനിയിപ്പോ എന്ത് കേട്ടന്റെ പ്ലാൻ? ഇനിയുള്ള പ്ലാനുകൾ റൊണാൾഡോ പോലും അറിയാൻ പാടില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പോഴത്തെ ഈ കാര്യം അവനാണ് അവിടെ പോയി പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇനിയുള്ള നീക്കങ്ങൾ അവൻ പോലും അറിയരുത്. എന്റെ അടുത്ത് പറ. ഇനി നമ്മൾ അമ്മാവനെ ഒരു വിളി വിളിക്കും. എന്തിന്? അയ്യോ, അമ്മ ഇല്ലല്ലേ, ഞാൻ വെറുതെ വിളിച്ചത്. എവിടെ ഇരിക്കണേ? ഇങ്ങനെ എരി കൂട്ടാനുള്ള പരിപാടിയാണെങ്കിൽ മോള് വലുതാകുമ്പോൾ ഒരു പൈൽസിന്റെ ഡോക്ടർ ആയിരിക്കും. എല്ലാത്തിനും നിരത്തി കൊടുത്ത് ചികിത്സിക്കേണ്ടി വരും. അത്രയ്ക്ക് എരിയാ? പിന്നെ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, എരിയും പുളിയൊക്കെ കറക്റ്റായിട്ട് വെക്കുമല്ലോ അവള് റോസ്മേരി. നീ അങ്ങോട്ട് വിട്, കൊടുങ്ങളേക്ക് പോവും. എന്നാ പ്രശ്നം? എന്തിനാ കാര്യമല്ല, റോസ്മേരി വെക്കുന്ന കാര്യം പറഞ്ഞ ഇവിടെ തകർച്ചയായിട്ട് നല്ല അസലായിട്ട് വെക്കത്തില്ലേ? പിന്നെ എടുക്കാത്ത എന്താ കറി? അത് ആ കറി വേണ്ട, എനിക്കിന്ന് പഞ്ചസാര പഞ്ചസാര കഴിക്കാം. നീ ഒരു കാര്യം ചെയ്യും, ദിവസവും അങ്ങ് വ്രതം എടുക്കാം. ആ അമ്മായി ഉണ്ടോ? നേരിട്ട് ഇങ്ങോട്ട് വരണ വഴിയാ. വിശേഷം വെറുതെ വന്നോ, ഒന്ന് കാണാലോ എല്ലാരും. അതൊന്നുമല്ല, അമ്മാവന്റെ മുഖവും വരവും കണ്ടാൽ അറിയാം എന്താ കാര്യമുണ്ട്. ഒന്നുമില്ലടി, വെറുതെ ഇന്ന് രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോ തോന്നി പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, എല്ലാവരും ഒന്ന് കാണണം. ഇത്ര രാവിലെയോ? ആ പറ അമ്മായി, എന്താ കാര്യം? എനിക്ക് അറിഞ്ഞൂടെ തങ്കം. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയത് തറവാട്ടിൽ പോകണം, രാവിലെ പോകണം, ആദ്യത്തെ ബസ്സിൽ പോകണമെന്ന് പറഞ്ഞ് മനുഷ്യനെ ഉറക്കിയിട്ടില്ല. അത് പറ. എന്നാ പിന്നെ വരണ വഴിയല്ലേ, ഇരുന്ന് കഴിച്ചിട്ട് നമുക്ക് വർത്താനം പറയാം. വേണ്ട, ഞാൻ ലില്ലി അവിടുന്ന് കഴിച്ചു. ഇപ്പം നേരെ ഇങ്ങോട്ട് വരണമെന്നല്ലേ അമ്മാവൻ പറഞ്ഞു? അതെ, നേരെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലില്ലി വിളിച്ചു, നേരെ കയറി 2 കഴിച്ചു ഇങ്ങോട്ട് വന്നു. അമ്മാവൻ നേരം വെളുക്കും മുമ്പേ അവിടെ വന്ന് അവിടുത്തെ മരുമോനായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് എന്നിട്ട് ഇനി പോണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തല കാണിക്കാൻ വേണ്ടി വന്നു. അതാണ് സത്യം അല്ലേ? അങ്ങനെ എനിക്കിപ്പോ അവരിങ്ങളുന്നുണ്ടോ? ഞാൻ കഴിക്കാം, 2 അപ്പം ഇങ്ങോട്ട് എടുക്കും, ഞാൻ കഴിക്കാം. ഇല്ലില്ല, നിങ്ങൾ കഴിച്ചല്ലേ?
ആടെ ഇപ്പൊ അവിടുന്ന് കഴിക്കാന്നുണ്ട് ഇവിടുന്ന് കഴിക്കാൻ മരുന്ന് ദേഷ്യപ്പെടുന്നില്ലേ? എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, നിങ്ങൾ തരാനില്ല, കുഴപ്പമില്ല. ഇത് ഞാൻ ഈ കഴിച്ച കാര്യത്തിൽ മാത്രമല്ല, അമ്മാവൻ പലപ്പോഴും ഇവിടെ വന്നത് മോൻ കാണിക്കാൻ അങ്ങ് പോകും. ഇവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കുകയോ വർത്താനം പറയുമ്പോ ഞങ്ങളെ ചെറിയ വീടായോണ്ടായിരിക്കും. ഞാൻ അപ്പോഴും പറഞ്ഞ നേരം ഇങ്ങോട്ട് വരാന്ന്. അത് അവിടെ വരണ വഴിക്കല്ലേ, അതല്ല ആദ്യത്തെ വീട് എന്ന് കരുതി പറയുമ്പോ അവിടെ ഒന്ന് കയറുന്നു. എനിക്ക് 2 വീട് ഒരുപോലെയല്ലേ? ആ വാമായി ആ അല്ല നീ എങ്ങടെ അമ്മാവ ഇരിക്കും, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. അമ്മാവ ഇരിക്കും. നീ അങ്ങോട്ട് ഇരിക്കടാ. ഞാൻ ഇനി എഴുന്നേറ്റ് മാറണമെങ്കിൽ പാണ്ടലൂർ തിരിച്ചിട്ട് സമയം എടുക്കും. അതിലും അത് അമ്മാരം കയറി ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ ഞാനേ എന്റെ പെങ്ങളൂട്ടില്ലടാ അവള് അമ്മ കഴിച്ചിട്ട് പോവാ പറയുമ്പോ കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ വിഷമം ഉണ്ടായ പോലെ അവൾക്ക് വിഷമം ഉണ്ടാവില്ലേ? വെറുതെ ഒന്നുമില്ലടാ, വെറുതെ ഒന്ന് രാവിലെ എണീച്ചപ്പോ വെറുതെ ഇരിക്കാണല്ലോ, ഒന്ന് ലീവാണല്ലോ. അപ്പൊ വെറുതെ നിങ്ങളൊക്കെ ഒന്ന് കാണണം തോന്നി, അങ്ങനെ വന്നാ. ക്ഷീരത്തോട്ടത്തിൽ ലീവാ. ക്ഷീരത്തോട്ടത്തിനല്ല, ഇന്നിപ്പോ അവിടെ പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട്. അല്ല ഇവിടുത്തെ വിശേഷം എന്തൊക്കെ? വിശേഷം എന്ന് പറഞ്ഞാല് കൊടുങ്ങാവള പള്ളിപ്പെരുന്നാള് 28 മുതല് 2 തീയതി വരെയാണ്. അതില് പന്തളംപാലിന്റെ ഗാനമേളയുണ്ട്, പിന്നെ നമ്മുടെ ബിനുവടിമാലിയുടെ കോമഡി ഷോ ഉണ്ട്, പിന്നെ മറ്റേ ഉമ്മാരുടെ ഉണ്ടല്ലോ നോബി അസീസ് ടീമിന്റെ അവരുടെ. ഞാൻ നിന്റെ അവിടുത്തെ കാര്യമല്ല ചോദിച്ചു, ഇവിടുത്തെ വിശേഷം ചോദിച്ചു. ഇവിടെ എന്താ ഇവിടെ താഴെ തമ്പിയണ്ണ ഉണ്ടല്ലോ, തമ്പിയണ്ണന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് അവിടെ ഒരു സുമാരൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അങ്ങേര് മരിച്ചുപോയി. അറിയാം. ചായ പിടിച്ചോ? ഇല്ല ഇല്ലേ മാമനൊരു ചായ കൊടുക്ക്. അമ്മാവനായിട്ട് ഇപ്പൊ അങ്ങോട്ട് കാര്യം ചോദിക്കണ്ട, പണിയുടെ കാര്യേ. അവ ഇങ്ങോട്ട് പറയണമെങ്കിൽ പറയാൻ സാധ്യത കുറവാണ്. ആര് ക്ലീറ്റോ ഓടാ, അവനോട് പറയേണ്ടതൊന്നും ചെയ്യില്ല. പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ വിളിച്ചിട്ടാണ് അമ്മാവ ഇങ്ങോട്ട് വന്നതെന്ന് പറയണ്ട. ഇത് ചോദിക്കാൻ വേണ്ടി വന്നിട്ടാണെന്ന് പറയണ്ട. എന്തിന്? ഞാൻ പറയില്ല. മനസ്സിലായില്ലേ? പിന്നെ അത് പറഞ്ഞിട്ട് അവൻ പറയണെങ്കിൽ കേട്ടാ മതി. ഞാനൊന്നും പറയുന്നില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്താ ചെയ്യണമെന്ന് നോട്ടെ, നീ പൊയ്ക്കോ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മാവൻ ചോദിക്കണ്ട. കാരണം എന്നറിയാമോ? എല്ലാം അറിയാം, നീ പോയിക്കോ. ഞാൻ വിളിച്ചും പോയി. പോയിട്ട് പോടാ, ഞാൻ ചേച്ചി അറിയാണ്ട് ഒന്നും നടക്കില്ല ഇവിടെ. കൊഞ്ചം പണി വന്ന് നടക്കുന്നു. അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തുവാ? ഇവിടെ എന്നാ കടമുറി പണിന്ന്? കടമുറി എന്നാ പണിന്ന് അമ്മാവനെങ്ങനെ പറഞ്ഞു? ഗ്ലീറ്റോ പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്നാണെന്ന് പറഞ്ഞില്ല, കുറ്റിയടിക്കണം എന്നാന്ന് പറഞ്ഞില്ല. കടമുറി കെട്ടണ കാര്യം അവനോട് പറഞ്ഞു. മേശിരിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ മറ്റന്നാളോ വന്ന് ആളൊന്ന് കുറ്റിയടി നടത്തുമെന്നാ എന്നോട് പറഞ്ഞേക്കുന്നത്. നാളെയാണോ മറ്റന്നാളാണോ? അല്ല, അത് അവര് സമയം നോക്കി അവര് വരും. പക്ഷെ കരാമച്ചമ്പി ആളിന്റെ പണി തുടങ്ങുന്ന എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്ത്? കരാമച്ചമ്പിയെ ഇവിടെ ഹാള് പണിയുന്നു, ലില്ലിപ്പെണ്ണ് ഡാൻസ് സ്കൂളിന് വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര സെറ്റപ്പില് അവിടെ ഇവിടെ ആയിട്ട് വലിയ ഹാള്. എന്നിട്ട് ഡാൻസ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വാടകയ്ക്ക് ഡ്രസ്സ് കൊടുക്കും, വിൽക്കുന്നത്. പിന്നെ താഴെ കാർ പാർക്കിങ്, സൗമ്യ കനകം, അങ്ങനെ പേരിട്ടത്. ഞാൻ അറിഞ്ഞില്ല. ഇല്ലേ? അമ്മ എന്നെ വിളിച്ചേക്കാം. അമ്മ അടുത്ത് പറയാതെ കനമച്ചമ്പി ഇല്ലടാ. ആണ്. ഞാൻ ആ വണ്ടി വഴി കിടക്കുന്നു, ശരിയാക്കി കിട്ടോട്ടെ. കൊഞ്ചം വീടുക അമ്മാവ ചായ. ഇന്നത്തെ പത്രം ഇട്ടിട്ട് അവിടെ പോയിരിക്കണത്. ഞാൻ മധുരം വേണം, മതിയാന്ന് വെക്കേ പോരെ? ഇല്ലേ? ആ എന്താ അമ്മാവ?
ഇവിടെ എന്നാ ഡാൻസ് ക്ലാസ്സിനുള്ള ഷെഡ് കെട്ടണം? ഡാൻസ് ക്ലാസ്സേ ഉള്ള മുറി ഇവിടെ എന്നാ കെട്ടണത്? അമ്മാവനോട് ആര് പറഞ്ഞു? അപ്പൊ കെട്ടുണ്ട്. റൊണാൾഡ് പറഞ്ഞു. ഇവിടെ അയ്യേ, ഇവിടെ ഡാൻസ് ക്ലാസ് ഒന്നും കിട്ടുന്നില്ല. ഇവിടെ എന്തിനാ ഡാൻസ് ക്ലാസ് കിട്ടുന്നത്? ഞാൻ ചോദിക്കണ എന്തിനാ അവിടെ കെട്ടുന്നത്? അവിടെ ഉണ്ടല്ലോ ഡാൻസ് ക്ലാസ്. അവിടെ അല്ലേ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങി ആരെങ്കിലും വരുമോ അമ്മാവ? അല്ല, റൊണാൾഡ് പറഞ്ഞു ഇവിടെ ക്ലാസ് റൂം കെട്ടുണ്ട്. ഈ പിന്നെ റൊണാൾഡോ അച്ചാച്ചനില്ലേ, ഈ ഇടയായിട്ട് ക്ലീറ്റോ ചേട്ടന്റെ കൂടെ കൂടിയിട്ടില്ലേ, എപ്പോഴും ഏട്ടനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ എന്തെങ്കിലും തുടങ്ങിയ ഏട്ടൻ അമ്മാവനോട് പറയാതിരിക്കുമോ? അല്ലെങ്കിൽ അമ്മയോട് പറയാതിരിക്കും? അല്ല, അതാ ഞാൻ നോക്കണ. കനക എന്നോട് പറയണ്ടൊന്നും ചെയ്യില്ലേ. അവനുള്ള ഞാൻ കൊടുത്തോളാം. എന്നാലും നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം ഈ അച്ചാച്ചൻ പറഞ്ഞു. ഏട്ടൻ അങ്ങനെ അറിഞ്ഞില്ല, അച്ചാച്ചനിട്ട് നല്ലത് കിട്ടും. അയ്യേ, അങ്ങനെയൊന്നും ഇല്ല അമ്മാവ. പറയാതെ ചെയ്യോ? ഇല്ല. ആ എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളൂ. എന്താ ലില്ലി അവിടെ? ഒന്നുമില്ല അമ്മാവ, തങ്കത്തിന് തയ്യൽ മെഷീനൊക്കെ ഇട്ട് ഇരിക്കാൻ ഒരു ഇരിപ്പിടം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഒരു ചെറിയൊരു ഇത്, അത്രേ ഉള്ളൂ. അമ്മ അറിഞ്ഞില്ലായിരുന്ന? എന്നോട് പറഞ്ഞില്ല. അയ്യോ, അങ്ങനെയല്ലല്ലോ അമ്മാവൻ പറയുന്നത്. അമ്മാവനോട് ഭയങ്കര ഇഷ്ടമാണ്, അമ്മാവനും അവനോട് വലിയ ഇഷ്ടമാണ്. എന്ത് ചെയ്താലും അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ അമ്മാവ ഇതിപ്പോ ഒന്നും ആയില്ലല്ലോ, ഉദ്ഘാടനമൊക്കെ അപ്പ അറിയിക്കാന്ന് വെച്ചിട്ട്. കലിപ്പ്. അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്ന? ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണത് നീ ചേച്ചിയോട് പറഞ്ഞ? ചേച്ചിയുടെ അനുഗ്രഹം മേടിച്ച? എന്നോട് പറഞ്ഞ? എന്നോട് ചോദിച്ചോ? എന്റെ അനുഗ്രഹം മേടിച്ചോ? അതെ അമ്മാവ, അങ്ങനെയൊന്നും പറയണ്ട. ഇവിടെ എല്ലാരും എല്ലാം അമ്മാവന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണോ ചെയ്യണേ? ഇത്രയും കാലം അങ്ങനെയല്ലേ, അല്ലാതെ ഏതായാലും ഒരു കാര്യം ഇവിടെ നടന്നേക്കണേ. അങ്ങനെ ക്ലീറ്റോൻ ആരും കുറ്റമൊന്നും പറയണ്ട, എല്ലാരും കണക്കാ. എന്നാ അമ്മാവ അറിഞ്ഞില്ലല്ലോ. ആ മുറ്റത്തൊരു കെട്ടിടം പണിയാൻ പോവാണ്, ഒരു ഡാൻസ് ക്ലാസ് ഇവക്ക് വേണ്ടിട്ട് ഇവൻ പണിഞ്ഞു കൊടുക്കാൻ പോവാണ്. നീ അവിടെ ബിൽഡിംഗ് കെട്ടുണ്ടോടാ? അപ്പൊ അമ്മാവ അറിഞ്ഞില്ല? അമ്മാവ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും വർഷമായി. അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ അമ്മാവനെ ഞാൻ കാണുന്നത്. അമ്മാവന്റെ അനുഗ്രഹം മേടിക്കാതെ ഇന്ന് വരെ കനക എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? കണ്ടോടാ, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അശ്രമത്തിനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. കുരുത്തുള്ളവനവൻ, അല്ലാതെ ഇമ്മാര് തോന്നിയാസം കാണിക്കില്ല. ആരാടാ എന്നോട് ഇതൊക്കെ പറഞ്ഞ്? അത് ലിലിപ്പണ്ണ, ഞാൻ കടയിൽ പോയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ പറഞ്ഞ ക്ലാസ് തുടങ്ങാൻ ബിൽഡിംഗ് കിട്ടുമെന്ന്? എന്റെ അച്ചാച്ച ഇങ്ങനെ നോണ പറയുന്നത്? ലിലിപ്പണ്ണേ, ഞങ്ങൾ സംസാരിച്ചത് ഒളിച്ചേക്കേണ്ട കാര്യം നിനക്കെന്താ? ഒളിച്ചതല്ല, ലില്ലി എന്നോട് പറഞ്ഞായിരുന്നല്ലോ അലക്കല്ലിന്റെ അവിടെ വെച്ച്. അതെന്താന്നറിയാ ചേച്ചി, എന്റെ മനസ്സിലെ ആഗ്രഹം ഭാവിയില് ഒരു വലിയ ഡാൻസ് ക്ലാസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി കാണണം എന്നുള്ള എന്റെ സ്വപ്നം. അതിനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ കുട്ടിയുടെ ആഗ്രഹം പറഞ്ഞു എന്നല്ലാണ്ട് എടുത്തുകാരി ഇതുപോലെ തോന്നിയാസൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങളില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ചേച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ മുറ്റത്ത് ഇതുപോലെ തോന്നിയാസം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടുത്തോണ്ട് പോടോ. ഞാൻ ഒരുത്തരാം. ഒരിക്കും